ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഇപ്പോൾ കൊൽസായി ലേക്കിലാണ്. കൊൽസായി ലേക്കിലേക്ക് വന്ന വഴികളൊക്കെ നമ്മൾ വീഡിയോസിൽ ഇടുന്നതാണ് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ കൊൽസായി ലേക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് വന്ന വഴികളൊക്കെ കാണാം. കൊൽസായി ലേക്ക് ആൻഡ് കൈൻഡി ലേക്കിലേക്ക് പോകുന്ന വഴികളാണ് ഏറ്റവും ഭംഗിയുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂവും ഇതുതന്നെയാണ്. ഈ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണവും ഇതിൻ്റെ വഴികൾ തന്നെയാണ്. അൽമാട്ടിയിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 300 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. അതായത് 6 to 7 hours നമുക്ക് യാത്ര ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണം പോലും നമുക്കറിയില്ല. അത്രയും നല്ല വ്യൂസാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു യാത്രേൻ്റെ ക്ഷീണമോ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ വില്ലേജസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കലുണ്ട് ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ ഫുഡ് എത്തിക്കൽ എന്നൊക്കെ. പക്ഷെ അവിടെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നാലോചിക്കുമ്പോൾ നമുക്കത് അത്ഭുതമായിട്ട് തോന്നലുണ്ട്. പിന്നെ എനിക്ക് പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോക്ടോബയും ഇതേപോലെ തന്നെ കൊൽസായി ലേക്കാണ്. കൊൽസായി ലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പോകുന്ന വഴികൾ തന്നെയാണ്. നമ്മുടെ സ്വന്തം കണ്ണിൽ കാണുന്ന ആ ഒരു വ്യൂ നമുക്ക് ഫോണിൽ കിട്ടില്ല. 6-7 മണിക്കൂർ വണ്ടിയിലിരുന്നാലും നമുക്കതൊരു ക്ഷീണമായിട്ട് തോന്നില്ല. കാരണം അത്രയും നല്ല വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ പോവൽ. നമുക്ക് ഫുള്ള് കാണുന്ന വ്യൂ മൊത്തം ഇങ്ങനെയുള്ള വ്യൂ ആണ്. ഫുള്ള് മലകളും അതിൽ ഫുള്ള് വെള്ളം ഒന്നിട്ടുള്ള മലകൾ. പിന്നെ നമ്മൾ ഈ കൊൽസായി ലേക്കിലേക്ക് നമുക്ക് ഏറ്റവും വരാൻ നല്ലതെന്ന് വെച്ചാൽ വിൻ്ററിൽ വരാം, സ്പ്രിങ്ങിൽ വരാം, സമ്മറിൽ വരാം. വിൻ്ററിലാണ് വെച്ചാൽ ലേക്ക് ഫുള്ള് ഫ്രീസായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇനി സ്പ്രിങ്ങിലാണ് നമ്മൾ വരുന്നത് വെച്ചാൽ ചെറിയൊരു തണുപ്പും ഒരു കൂളർ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവൽ. ഇനി സമ്മറിൽ നമ്മൾ വരികയാണെങ്കിൽ ഫുള്ള് പച്ചപ്പായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഏത് സീസണിൽ വന്നാലും നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം തന്നെയായിരിക്കും കൊൽസായി ലേക്ക്. കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ ഓരോ വില്ലേജസ് കാണും. പിന്നെ കുറേ ദൂരം പോകുമ്പോൾ നമുക്ക് ഒരു വീടുകൾ പോലും കാണുന്നില്ല. പിന്നെ കുറച്ച് പോകുമ്പോൾ വീടുകൾ കാണും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് സ്ഥലം കാണും. അവിടെ ആൾക്കാരുണ്ടാവലുണ്ട്. കുറേ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. കുറേ ആൾക്കാർ റോട്ടിലൂടെ നടക്കുന്നുണ്ടാവും. ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ പോകുമ്പോൾ നമുക്കത് വേറെ തന്നെ ഫീലാണ്. പിന്നെ കുറേ വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ദൂരം പോകുമ്പോൾ ഒരു വണ്ടികൾ പോലും ഉണ്ടാവില്ല. ഫുള്ള് 2 സൈഡും ഫുള്ളും മലകളും പിന്നെ സ്നോ നിറഞ്ഞിട്ടുള്ള വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടൽ. ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. ബിക്കോസ് നമ്മളെ വണ്ടിയിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സംസാരിക്കലെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കാണ്. സോ ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ച ശേഷം ഞാൻ വോയിസ് ഓവർ ചെയ്യലാണ്. ഞാൻ സോങ് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സോങ് ആഡ് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടിയൊരു ഫീൽ നമുക്ക് സോങ് ആഡ് ചെയ്തിട്ട് നമുക്കൊരു സുഖം തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും കൊൽസായി ലേക്കിനേക്കാളും ഞാൻ ഇട്ടിരിക്കുന്നത് പോണ വഴികളാണെന്ന്. ബിക്കോസ് അത്രയും നല്ല വ്യൂ കിട്ടുന്ന നല്ലൊരു വ്യൂ ഉള്ള വഴികളെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പോണ വഴി തന്നെയാണ് കൂടുതലും ഭംഗി. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളതും ഈ വീഡിയോയിലുള്ളതും. കൊൽസായി ലേക്കിൻ്റെ വീഡിയോസും ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് കൊൽസായി ലേക്കിലേക്കും കൈൻഡി ലേക്കിലേക്കും പോകുന്നുണ്ട്. 2 ലേക്കും ഫ്രീസായി കിടക്കുന്നതാണ് നമുക്ക് കാണാം. നമുക്ക് ആ വ്യൂ ഒക്കെ നമുക്ക് വയ്യെ കാണാം. അപ്പോൾ നമുക്ക് കൊൽസായി ലേക്ക് കാണാം ഗൈസ്. കൊൽസായി ലേക്ക് അടിപൊളിയാണ്. വ്യൂ ഒക്കെ കാണിച്ചു തരാം. കൊൽസായി ലേക്കിന് മറ്റൊരു പേരാണ് പേൾസ് ഓഫ് നോർത്തേൺ ടീൻ ഷാൻ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കൊൽസായി ലേക്കിനുണ്ട്. കൊൽസായി ലേക്ക് 3 ആൽപൈൻ ലേക്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ലോവർ കൊൽസായി ലേക്ക്, മിഡിൽ കൊൽസായി ലേക്ക്, അപ്പർ കൊൽസായി ലേക്ക് എന്ന് പറയും. നമ്മൾ കൊൽസായി ലേക്കിലേക്ക് പോകാൻ അപ്പർ കൊൽസായി ലേക്കിലേക്ക് പോകാൻ വേണ്ടി ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. പക്ഷെ നമ്മളാരും ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലോവർ കൊൽസായി ലേക്കിലേക്കാണ് പോയത്. അവിടെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. ഈ കൊൽസായി ലേക്കിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1800 മീറ്റർ ടു 2850 മീറ്ററാണ് കൊൽസായി ലേക്കിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. ഈ കൊൽസായി ലേക്കിൻ്റെ ചുറ്റുപാടും കുറേ ഫോറസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റാൽ. കൊൽസായി ലേക്കിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഐസ്. ബട്ട് മറ്റൊരു ഭാഗം ഫുള്ള് ഐസായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ഈ ലേക്കിൻ്റെ കളറ് മോർണിംഗ് ഒരു ഡീപ്പ് ബ്ലൂവും സൺലൈറ്റിൽ അതൊരു എമറാൾഡ് ഗ്രീൻ കളറും ആയിരിക്കും ഉണ്ടാവൽ. നമ്മൾ പോണ സമയത്ത് പകുതി ഐസ് മെൽറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളം കാണാനായിട്ട് പറ്റി. അല്ലെങ്കിൽ ഫുള്ള് ഫ്രീസായിട്ട് കിടക്കലാണ് ഉണ്ടാവൽ. നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വേറെ കൈൻഡി ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് നമ്മൾ പോയി. കൊൽസായി ലേക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് കൈൻഡി ലേക്കിലേക്ക് പോയത്.
കൈൻഡി ലേക്കും സെയിം അവസ്ഥയാണ്. ആ ലേക്ക് ഫുള്ള് ഫ്രീസായിട്ട് കിടക്കലാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയില്ല. ബിക്കോസ് അവിടെ കുറേ ഐസൊക്കെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മെയ് ടു സെപ്റ്റംബർ ആ ഒരു ടൈമിൽ വന്നാൽ ഫുള്ള് ഗ്രീനറി ആയിട്ടായിരിക്കും നമുക്ക് വ്യൂ കാണല്. ബട്ട് നമ്മൾ വിൻ്ററിലാണ് വരുന്നത് വെച്ചാൽ അത് ഫുള്ള് ഫ്രോസൺ ആയിട്ടായിരിക്കും ഉണ്ടാവല്. അൽമാട്ടിയിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 300 കിലോമീറ്റർ, അതായത് 6 to 7 hours റോഡ് വഴിയാണെങ്കിൽ ട്രാവലാണ് നമുക്ക് ഈ കൈൻഡി ലേക്കിലേക്കുള്ളത്. ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡാക്കിയ ശേഷം നേരെ റൂമിലേക്ക് പോയി. ബിക്കോസ് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.